എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. ആക്ടിങ് സിനിമയല്ല. ഒരു യഥാർത്ഥ കലാകാരൻ എന്ന് പറയുന്നത് ഒരേ സമയം പാട്ട് പാടാനും നൃത്തം ചെയ്യാനും കഴിവുള്ള ആളായിരിക്കണം. അങ്ങനെ ഒരു കലാകാരനുണ്ടോ? അതാരാ? ഉണ്ട്, എന്റെ ശിഷ്യൻ. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് ആലമ്പൻ ജോസ് പെരേര. ആലമ്പൻ ജോസ് പെരേര. ഇവരെന്താ ഇവിടെ? അയ്യേ, നീ എന്താ ഈ വേഷത്തില്? നീയല്ലേ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് വരണം. ഇതാണോ സിമ്പിൾ? ഇത് വെറും സാമ്പിൾ. ഇതെന്താണോ കഥകളിയാ? ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്. ഇത് ഞാൻ പൊളിക്കും. നിനക്കുളുപ്പുണ്ടാ? 4 എണ്ണം ഉണ്ട്, അലക്കിയിട്ടിരിക്കുക. ഇനി മേല ഇമാതിരി ഭദ്രാവതി കോമഡി അടിച്ചാണ്ടല്ലോ. എടാ കിഴങ്ങേ, ഉടുപ്പല്ല, നിനക്ക് ഉളുപ്പുണ്ടാന്ന്. ഇല്ല. സത്യസന്ധനായ കള്ളൻ. അതേ സാർ ഇപ്പൊ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം? ഞാനേ പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടി വന്നതാ. നീ അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ടീമുകളൊക്കെ പോയാ? അയ്യോ, ഇത് ഷോർട്ട് ഫിലിം അല്ല, സീരിയലാണ് എന്റെ ഉദ്ദേശം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ആഹാ, എന്നാ പിന്നെ കഥയൊന്ന് കേക്കട്ടെ. അതായത് സീനൊന്ന് പകൽ, കിഴക്കേ പാടമെന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിക്കണം. അങ്ങനെ അവരുടെ ആദ്യത്തെ പ്രസവത്തിന് അവർക്ക് ഇരട്ട കുട്ടികൾ. പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടി ഒന്ന് വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ. ഇതിലാണ് ഇനി ടെസ്റ്റ് വരാൻ കിടക്കുന്നത്. എന്ത് ടെസ്റ്റ്? അതായത് ഈ ഭർത്താവിനൊരു സംശയം, ഈ ഇരട്ട കുട്ടികളിൽ ഒന്ന് അവന്റെ അല്ലെന്ന്. ഇത് എഴുതിയത് നീയാണ്. അതെങ്ങനെ മനസ്സിലായി? ഈ ടെസ്റ്റ് കേട്ടപ്പോ മനസ്സിലായി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഈ സീരിയലിന്റെ പേരെന്തോന്നു? ഇല്ലായ്മ. അതിന്റെ ഫ്രണ്ടിൽ ഒരു തന്തയും കൂടെ ചേർക്കാൻ പറ്റുമോ? അതെന്തിനാ? തന്തയില്ലായ്മ. അതാണ് ഈ കഥയ്ക്ക് പറ്റിയ പേര്. ശരി, എന്നാൽ എന്റെ കപ്പ് ഞാൻ പൊക്കോളാം. ഓ മിസ്റ്റർ അലമ്പൻ, ഒന്ന് അലമ്പാതിരിക്കൂ. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. എല്ലാം നോം തന്നെ മുന്നിൽ നിന്ന് തീർപ്പാക്കി തരാം. കണ്ണെത്തുന്നിടത്ത് കൈയും, കൈയെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവത്തുന്നിടത്ത് രസവും ഉണ്ടാവണം. അതാണ് അഭിനയം. എന്താണ് പേര് പറയാനുള്ള? പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. കഷ്ടപ്പാടിന് ഒടുവിലൊരു എന്താ പറയാ, ഒരുപാട് പേര് ചെറിയൊരു വിജയം. എന്തു പറയണ? എന്തു പറയണെന്ന്? ഒന്ന് പോയടാ. ഒരുപാട് പരിഹാസം ഉണ്ടായിരുന്നു. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന ആൾക്കാര് ഒരുപാട് പേരെ തെറി വിളിച്ചിട്ടുണ്ട് പലപ്പോഴും. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് 3.5 വർഷം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പെർഫോം ചെയ്തുകൊണ്ടാണ് ഇപ്പോ നോബിച്ചാന്റെ കൂടെ ഒരു സ്കിറ്റില് ഭാഗമാവാൻ പറ്റിയത്. വിജയത്തിന്റെ പാതയിലേക്കുള്ള യാത്രയിൽ കുറുക്ക് വഴികളൊന്നുമില്ല. വീണ്ടും സന്ധിക്കവരേക്കും.